അപകടത്തിൽ പരിക്കേറ്റ് വഴിയിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. എന്നാൽ ഇക്കാലത്ത് സഹായിക്കാനെത്തുന്നവരെ പോലും ആക്രമിക്കുന്ന ചില മനുഷ്യരുണ്ട്. തൃശൂർ ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസ് പ്രതിയെ രക്ഷിക്കാനെത്തിയ നഴ്സിന് നേരിട്ടത് ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. അപകട സ്ഥലത്ത് നിന്ന് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ച നഴ്സിനെ പരിക്കേറ്റയാൾ കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പിന്നീട് നാട്ടുകാർക്ക് നേരെയും കൊലവിളി. 20ഓളം കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശിയായ ഷിബുവിനെ പുതുക്കാട് പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് കീഴടക്കിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 ദേശീയപാതയിൽ ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലായിരുന്നു സംഭവം. വയനാട്ടിലേക്ക് പോകുകയായിരുന്ന ഷിബുവിന്റെ ബൈക്ക് സിഗ്നലിൽ നിർത്തിയിട്ട കാറിന് പിന്നിലിടിച്ചതാണ് തുടക്കം. അതിവേഗത്തിൽ വന്ന ബൈക്കിൽ നിന്ന് വീണ ഷിബുവിന് കൈകാലുകൾക്ക് പരുക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് ആംബുലൻസ് വരുത്തി ഷിബുവിനെ ആശുപത്രിയിലേക്ക് അയച്ചു. എന്നാൽ നിമിഷങ്ങൾക്കകം ആംബുലൻസ് സംഭവസ്ഥലത്ത് തിരിച്ചെത്തി. ആശുപത്രിയിലേക്ക് പോകും വഴി ആംബുലൻസിലെ മെയിൻ നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ച് തിരികെ എത്തിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ അക്രമാസക്തനായ ഷിബു നാട്ടുകാർക്ക് നേരെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇതിനിടെ സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോലും പ്രതി കൈക്കലാക്കി. സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് ഷിബുവിനെ പിടികൂടിയത്. പരിക്കേറ്റ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രതിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഷിബു 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ.